ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കോളേജിലേക്ക് പോകണം. അതിനെക്കാട്ടും മുന്നേ ആയിട്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. അതേപോലെ ഞാൻ പുകയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ കത്തിച്ചു. അപ്പോൾ നല്ല രസമാട്ടോ അത് കത്തിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ കത്തിച്ചതിന് ശേഷം ഞാൻ ഇന്ന് ഇവിടെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടൊക്കെ കൂട്ടി നന്നായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം കോളേജിലേക്ക് പോകും. അങ്ങനെ ഫസ്റ്റ് അവർ നമ്മുടെ അനിമിസിൻ്റെ ക്ലാസ് ആട്ടോ. അപ്പോൾ ഞാൻ അനിമിസ് ഒരു സ്റ്റോറിയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ബ്രേക്ക് ആകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ടുള്ള 2 അവർ നമ്മൾ ആൻസി മിസ്സിൻ്റെ ആയിരുന്നു. ആൻസി മിസ് ഒരു ഡോക്യുമെൻ്ററി ഒക്കെ കാണിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ സെക്കൻഡ് അവർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ബ്രേക്കിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വർത്തമാനം പറയുന്നത് നമ്മുടെ ആൻഡ്ലിൻ കുറച്ച് ഫേമസ് ആയി. അപ്പോൾ അവളുടെ ഒരു വീഡിയോ കണ്ട് ഞങ്ങൾ അവളിങ്ങനെ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അവളെ കളിയാക്കിയിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ തമാശയ്ക്ക്. അപ്പോൾ അവളവിടെ എടുത്തിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ക്ലാസ്സിലെത്തി. അപ്പോൾ തേർഡ് അവർ വീണ്ടും ഞങ്ങൾക്ക് മറ്റേ കഴിഞ്ഞ ഡോക്യുമെൻ്ററിൻ്റെ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കിളിയൊക്കെ പോയി. ഞങ്ങൾ നല്ല ഉറക്കമായിട്ടെല്ലാവരും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആകെ ഒരു 2 മിനിറ്റ് ആയിട്ടുള്ളൂ ബെല്ലടിക്കാൻ. പക്ഷേ നമ്മൾക്ക് ഒരു സാധനം ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമം തുടങ്ങി. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഡോക്യുമെൻ്ററി ഒക്കെ കണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ തിയേറ്റർ വൈബായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ആയിട്ട് അനുപമ അവളുടെ ബാഗൊക്കെ തുറന്നുകൊണ്ട് ദോശയൊക്കെ എടുത്ത് ചമ്മന്തിയൊക്കെ മുക്കി എൻ്റെ വായിൽ കൊണ്ടുവരും കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ മിസ്സ് തന്നെ അത് ഓഫാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ പവർ ഓൺ ആകും. അപ്പോൾ നമ്മൾ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൈയൊക്കെ കഴുകി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ആൻലിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയുടെ പെരുന്നാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ. പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഒരു ചടങ്ങാണ്. അതുകൊണ്ട് അവൾ ഞങ്ങൾക്ക് ഹൽവയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോന്നലുവായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഞങ്ങളിരുന്ന് കുനുകുന വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മുടെ മെൽബിൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്തൊക്കെയോ അവിടെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവൻ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവൻ എന്തൊക്കെയോ ഞാനിങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ച് തന്നപ്പോൾ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അനു മിസ്സ് അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാട്ടോ. അപ്പോൾ മിസ്സിനെ അറിയാം ഞാനിതൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുമെന്നൊക്കെ അറിയാം. അപ്പോൾ മിസ്സ് ഇതൊക്കെ യൂട്യൂബിൽ ഇടില്ലേ എന്നൊക്കെയുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാം. അപ്പോൾ മിസ്സിനറിയാം ഞങ്ങൾ ഇൻ്റർവെൽ ടൈമിൽ ഞങ്ങളുടെ സ്ഥിരം പ്ലേസ് ഇതൊക്കെയാണെന്നൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങൾ കൂടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. നന്നായിട്ട് എല്ലാവരും കൂടി ഇരുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വേറെ ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ വന്ന സ്റ്റെപ്പിൻ്റെ മുകളിൽ ഫസ്റ്റ് സ്റ്റാൻഡ് ഇരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാളു ഫോൺ എടുക്കാൻ മറന്നു. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലേക്ക് വീണ്ടും പോകട്ടെ. അപ്പോൾ നമ്മുടെ അനുപമയുടെ ബാഗ് അവിടെ ഇരിക്കുന്നത്. കാരണം അവൾ ഡാൻസ് പ്രാക്ടീസിന് പോയ കാരണം പോണ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവളുടെ ബാഗും കൂടി എടുത്തിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റെപ്പിൻ്റെ അവിടെ പോയിരുന്നു. അപ്പോൾ ആ വഴിക്ക് ഇതാ അബിനിയും കരോളിനും നടന്ന് വരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ കണ്ടപ്പോൾ ഞാൻ ക്യാമറയും പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ നേരെ ക്ലാസ്സിലേക്ക് കയറി പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പലരും പല വഴിക്ക് പോയി. പലരും ഫുഡ് കഴിക്കാൻ പോയി. അപ്പം എനിക്ക് അൻസാണ് കേട്ടോ ഫുഡ് വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്നോട് പറഞ്ഞു അൻസ് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാമെന്ന്. അപ്പം ഞാൻ അൻസയുടെ കൂടെ അവളുടെ ചിലവിൽ കഴിക്കാൻ വേണ്ടി ഇപ്പോൾ വിന്നീസിലേക്ക് കേട്ടോ പോയത്. വിന്നീസിൽ അവിടെ തന്നെ ഉണ്ടാക്കണ ബേക്ക് ചെയ്യണ ഐറ്റംസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുട്ട പപ്സ്, അതേപോലെ ചിക്കൻ്റെ പപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുട്ട പപ്സും ചിക്കൻ പപ്സും അതേപോലെ ചിക്കൻ്റെ തന്നെ വേറെ എന്തോ ഒരു സാൻഡ്വിച്ചോ ലോഫോ അങ്ങനെ എന്തോ സാധനമായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കോളേജിലേക്ക് പോകട്ടോ. കാരണം അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് വരും. ഇപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കടലാസ് പൂ ഇങ്ങനെ പൂത്തിക്കണുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ പോകുന്നത്. ഇവരാണെങ്കിൽ ബൺ സ്റ്റോപ്പിൽ പോയിട്ട് എന്തോ കഴിക്കാൻ പോയതാട്ടോ. അപ്പോൾ അവരും അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒപ്പം വന്നു. കഴിഞ്ഞിട്ട് നമ്മുടെ അനുപമ ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരിക കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അനുപമയുടെ ബസ്സൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേഗം പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു. കാരണം ബിനയ്ക്ക് പാലക്കാടാണ്. അപ്പോൾ കുറച്ച് ലൈറ്റൊക്കെ ആയിട്ട് പോയാൽ മതി. പിന്നെ ഞങ്ങൾക്ക് അതെ അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളും പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീച്ചർമാർ അവിടെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയിട്ടോ. ടീച്ചർമാരാണെങ്കിൽ അവർ ബൺ സ്റ്റോപ്പിലേക്ക് പോകാൻ നിൽക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ്. അപ്പോൾ അവർ
അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഇവളെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് നേരം ടീച്ചറും കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മിസ്സിനെ വേറെ ഒന്ന് പഠിപ്പിക്കാതിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്താറാണ് വഴി തിരുവിലെത്തിയപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് വേറെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ ഓട്ടോയിലാട്ടോ പിന്നെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ച് ഫ്രഷൊക്കെ ആയി അപ്പോഴേക്ക് അച്ഛൻ വന്നപ്പോൾ പഴംപൊരിയും സുഖേനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ.